സെപ്റ്റംബർ 26 മുതൽ 29 വരെ നടക്കാനിരിക്കുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ലക്സംബർഗ് ബെൽജിയം സന്ദർശന അജണ്ട വത്തിക്കാൻ പരസ്യപ്പെടുത്തി. സെപ്റ്റംബർ 26-ന് വ്യാഴാഴ്ച രാവിലെ പാപ്പ വത്തിക്കാനിൽ നിന്ന് റോമിലെ അന്താരാഷ്ട്ര വിമാനത്താവളമായ ഫ്യുമിച്ചിനോയിൽ സ്ഥിതി ചെയ്യുന്ന ലെയനാർഡോ ദാവിഞ്ചിയിലേക്ക് പോകും. അവിടെ നിന്ന് രാവിലെ പ്രാദേശിക സമയം 8:05-ന് ലക്സംബർഗിലേക്ക് വിമാനമാർഗം പുറപ്പെടും. പ്രാദേശിക സമയം രാവിലെ 10 മണിക്ക് വിമാനത്താവളത്തിലെത്തുന്ന പാപ്പ അവിടെ നടക്കുന്ന സ്വീകരണ ചടങ്ങിനു ശേഷം ലക്സംബർഗിന്റെ ഗ്രാൻഡ് ഡ്യൂക്ക് ഹെൻറിയുമായി കൊട്ടാരത്തിൽ വെച്ച് സൗഹൃദ കൂടിക്കാഴ്ച നടത്തും. ഇതിനുശേഷം പാപ്പ പ്രധാനമന്ത്രി ലൂക്ക് ഫ്രീഡുമായും കൂടിക്കാഴ്ച നടത്തും. പാപ്പ ഭരണാധികാരികളെയും പൗരാധികാരികളെയും നയതന്ത്ര പ്രതിനിധികളെയും ഒരുമിച്ച് സംബോധന ചെയ്യും. അന്ന് വൈകുന്നേരം പ്രാദേശിക സമയം 4:30-ന് പാപ്പ നോസ്ട്രഡാം കത്തീഡ്രലിൽ വച്ച് അന്നാട്ടിലെ കത്തോലിക്ക സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തും. ഇതോടെ പാപ്പയുടെ ലക്സംബർഗ് സന്ദർശനത്തിന് തിരശ്ശീല വീഴും. തുടർന്ന് പാപ്പ 6:15-ന് തന്റെ ഈ അപ്പോസ്തലിക യാത്രയുടെ രണ്ടാം ഘട്ടമായ ബെൽജിയത്തിലേക്ക് യാത്രയാകും. ഉക്രൈൻ യുദ്ധം ആരംഭിച്ച് ഏകദേശം 2.5 വർഷം പിന്നിടുമ്പോൾ വീണ്ടും ഉക്രൈൻ സന്ദർശിക്കുകയാണ് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയും ഉക്രൈനിലെ മാർപ്പാപ്പയുടെ പ്രതിനിധിയുമായ കർദിനാൾ പിയാട്രോ പരോളിൻ. ബെർഡിച്ചീവിലെ അവർ ലേഡി ഓഫ് മൗണ്ട് കാർമലിൽ വച്ച് കർദിനാൾ ദൈവത്തിലുള്ള വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന് വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. ഉക്രൈൻ യുദ്ധം എത്രയും വേഗം അവസാനിക്കുന്നതിനുള്ള പാത കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് വത്തിക്കാൻ സംസ്ഥാന കാര്യദർശിനി കർദിനാൾ പിയാട്രോ പരോളിൻ പ്രാർത്ഥിക്കുകയും പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഉക്രൈനിലെ ലത്തീൻ കത്തോലിക്കർ അന്നാട്ടിലെ ബേദർചുഫ് മരിയ തീർത്ഥാടനാലയത്തിലേക്ക് നടത്തുന്ന തീർത്ഥാടനത്തിന്റെ സമാപനം കുറിക്കുന്നതിനും ഈ ദേവാലയം ചെറു ബസിലിക്കയായി ഉയർത്തുന്നതിനും ഫ്രാൻസിസ് പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയായിട്ടാണ് കർദിനാൾ പരോളിൻ ഉക്രൈനിൽ എത്തിയത്. നിശബ്ദമായ ആരാധനയിൽ നമുക്ക് ദൈവകൃപ ലഭിക്കുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ. കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്കണ്ഠയിൽ മുഴുകിപ്പോകരുത്. കൃപ ലഭിക്കുന്നതിനായി വിശ്രമത്തിലും നിശബ്ദ പ്രാർത്ഥനയിലും സമയം ചെലവഴിക്കുകയെന്ന് പാപ്പ കത്തോലിക്ക വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. നമ്മൾ പലപ്പോഴും വേഗത്തിന്റെ തടവിലാക്കപ്പെടുന്നു. ദിവസത്തിൽ ഏത് തിരക്കിനിടയിലും ദൈവത്തിനു വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ എനിക്ക് കഴിയുമോ? അതോ ഞാനെപ്പോഴും ചെയ്യാനുള്ള തിരക്കിലാണോ? സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടിയ വലിയ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ചോദിച്ചു. കർത്താവിന്റെ മാലാഖ എന്ന പ്രാർത്ഥന ഒരു ദിവസം 3 വ്യത്യസ്ത മണിക്കൂറുകളിൽ ചൊല്ലുന്ന മരിയൻ പ്രാർത്ഥനയാണ്. രാവിലെ 6 മണിക്കും ഉച്ചയ്ക്കും വൈകുന്നേരം 6 മണിക്കുമാണ് ഈ പ്രാർത്ഥന പരമ്പരാഗതമായി ചൊല്ലി പ്രാർത്ഥിക്കുന്നതെന്നും പാപ്പ വെളിപ്പെടുത്തി. മതകൽപ്പ രൂപതയിലെ ബിഷപ്പ് റൊണാൾഡോ അൽവാരസിന്റെ നാടുകടത്തലിനു ശേഷം നിക്കരാഗോയിൽ പുതിയ വൈദികനെയും 7 ഡീക്കന്മാരെയും നിയമിച്ചു. ജൂലൈ 20-ന് ജിനഡോഗയിലെ ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കത്തീഡ്രലിൽ നടന്ന വിശുദ്ധ കുർബാനയിലാണ് തിരുപ്പട്ട സ്വീകരണ ചടങ്ങുകൾ നടന്നത്. ബിഷപ്പ് അൽവാരസിന്റെ നാടുകടത്തലിനു ശേഷം നടന്ന ആദ്യത്തെ തിരുപ്പട്ട സ്വീകരണ ചടങ്ങിൽ ഫാദർ ജുവാൻ ജോസ് ഒറോസ്കോ ജാർക്ലിൻ പുരോഹിതനായും 7 വൈദിക വിദ്യാർത്ഥികളെ ഡീക്കന്മാരായും ഉയർത്തപ്പെട്ടു. സ്വതന്ത്രമായി സ്വയം സമർപ്പിക്കാൻ തീരുമാനിച്ച ഈ സഹോദരങ്ങളാൽ ദൈവം നമ്മെ തുടർന്നും അനുഗ്രഹിക്കുന്നത് ഒരു സഭയെന്ന നിലയ്ക്ക് നമുക്ക് സന്തോഷിക്കാം, ജനഗോയിലെ ബിഷപ്പ് പങ്കുവച്ചു.